ഹായ് ഫ്രണ്ട്സ്, PSC എടുത്ത് ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനം. ഇന്ത്യ വിഭജനമാണ് ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം, അതായത് ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഇവിടെ തന്നിരിക്കുന്നത് ജോർജ് യൂൾ, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. ഉത്തരം ഇവരിൽ എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം അഥവാ പത്രങ്ങൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻസ് തന്നിരുന്നത് പശ്ചിമോദയം, ദീപിക, ലീഡർ, രാജ്യസമാചാരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1ഉം 4ഉം ശരിയാണ്. പശ്ചിമോദയവും രാജ്യസമാചാരവും ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പത്രങ്ങളാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്, കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് രാജ്യസമാചാരം. ഇത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെതാണ്. എന്നാൽ ഇപ്പോഴും നിലവിലുള്ള കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ദീപികയാണ്. ദീപിക ദിനപത്രം തുടങ്ങിയത് നിധിയിരിക്കൽ മാണിക്കത്തനാറാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, MR രാഘവ വാര്യർ. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരനാണ് MR രാഘവ വാര്യർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അഥവാ ജോഡികൾ ഏതൊക്കെ? തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, അതായത് 1ഉം 3ഉം ശരിയാണ്. വിക്രമാംഗദേവ ചരിതം എഴുതിയത് ബിൽഹനയാണ്. അതുപോലെ മൂഷകവംശ മഹാകാവ്യം രചിച്ചത് അതുലൻ. ഇവിടെ വിഷ്ണു ശർമ്മയ്ക്ക് നേരെ തന്നിരിക്കുന്നത് കഥാസരിത് സാഗരമാണ്. നമുക്കറിയാം വിഷ്ണു ശർമ്മ എഴുതിയതാണ് പഞ്ചതന്ത്രം. അതുപോലെ കഥാസരിത് സാഗരം രചിച്ചത് സോമദേവ ഭട്ടനാണ്. ഇവിടെ കൽഹണയ്ക്ക് നേരെ തന്നിരിക്കുന്നത് ബുദ്ധചരിതമാണ്. എന്നാൽ ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷനാണ്. ഇവിടെ ഓർത്തു വയ്ക്കുക, കൽഹണയുടെ പ്രധാന കൃതിയാണ് രാജതരംഗിണി. കൃതികളൊന്നുകൂടി നോക്കാം. കഥാസരിത് സാഗരം, സോമദേവ ഭട്ടൻ, പഞ്ചതന്ത്ര കഥകൾ വിഷ്ണു ശർമ്മ, രാജതരംഗിണി, കൽഹണ, ബുദ്ധചരിതം, അശ്വഘോഷൻ. അടുത്ത ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജെയിംസ് ഓട്ടീസ്. അവസാനത്തെ ചോദ്യം, ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ധനകാര്യ മന്ത്രാലയം. ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. നമുക്കറിയാം 1 രൂപ ഒഴികെയുള്ള ബാക്കി നോട്ടുകൾ അടിക്കുന്നത് റിസർവ് ബാങ്കാണ്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്